എൻ്റെ ഓരോ സിനിമ വരുമ്പോഴും ആ പടം ഒരു വലിയ വിജയമാവുമെന്ന് വെറുതെയെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും സംഭവിക്കാണ്ട് പോയി. പക്ഷേ മോഹിനിയാട്ടത്തിൽ അത് സംഭവിച്ചു. ഇതൊരു സ്വപ്നം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ. ദൈവം ഇതെനിക്ക് തന്നല്ലോ. 21 years, 21 വർഷത്തെ കാത്തിരിപ്പാണ്. ഭരതനാട്യം 3 ഇതിന് 3ാം ഭാഗം വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അടുത്തത് എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. കറിക്കെട്ട് വേണോ ബിരിയാണി കെട്ട് വേണോ? ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു കുത്തുണ്ടാവും. എന്നുവെച്ചാൽ ഭരതനാട്യം ഓടിയില്ല എന്ന് അയാളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടോ കഴിഞ്ഞിട്ട്. ഒരു ഒഴുക്കി കൂടെ പറഞ്ഞു പോയൊരു സമാധാനമുണ്ട്. ഇത് കണ്ടൻഡറിയായിട്ട് തന്നെ ഓടിയിട്ടില്ല എന്ന് തന്നെ പറയുമ്പോൾ എവിടെയോ ഒരു ചെറിയ കുത്തൽ. പിന്നെ ഒരു സമാധാനം അതോ OTT ഓടിയല്ലോ എന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടെണ്ണം നമ്മളെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. മറ്റൊരു സിനിമയുടെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു, കുടുംബത്തിലൊരാളെ കണ്ട സന്തോഷമാണ്. ആരും വേറെ അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ എൻ്റെ ആളെ കണ്ടു എന്നൊരു ഫീലായിരുന്നു സത്യത്തിൽ. പറഞ്ഞ പോലെ എന്തായിരുന്നു ചോദിച്ചത്? നമുക്കാണെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്. വേണ്ട, നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആൾ വരും എന്ന് തോമസാറിൻ്റെ ഐഡിയ ആയിരുന്നു. സൈജോട്ടിനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. നേരത്തെ പറഞ്ഞ തഗ് ഡയലോഗുകളാണെങ്കിലും റെഫറൻസുകളാണെങ്കിലൊക്കെ പേടിപ്പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ളതുകൊണ്ട് പേടിപ്പുറത്ത് എഴുതി കൂട്ടിയിട്ടുള്ളതാണ്. സംഭാരവും മിശ്രവും നമ്മുടെ മോഹിനീശ്വരിയുടെ പ്രസാദമാണ്. വളരെ മനോഹരമായ രീതിയിൽ മെമന്റോ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ചു വന്ന, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. വീട് വണ്ടിയിൽ പാമ്പ് കടന്നു പോ. ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച ഒരു സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു ദിവസം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ പറ്റിയൊരു ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. നീ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ഈ സൈജുക്കുറുപ്പും സുരാജൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സീനാണ് അഭിനയിച്ചെങ്കിലും ഈ പ്രമോദിന് മുഴുവൻ എൻ്റെ സീനാണ് കൊടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രധാന നടനായി മാറിയുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു നിനക്ക് ശിക്ഷ. 3ാം ഭാഗം തീർച്ചയായിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേരെന്തായിരിക്കും? ഭരതനാട്യം 3 രാസലീല. Cada tiene super swag,